നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നെന്ന് കരുതുന്നു. മനുഷ്യജീവിതം എന്നത് സുഖ ദുഃഖ സമ്മിശ്രമായൊരു പ്രയാണമാണ്. അതിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മാറിയെന്നത് നാം കാണാറുണ്ട്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം പ്രപഞ്ചത്തിലെ നവഗ്രഹങ്ങളുടെ ചലനങ്ങളും അവ നമ്മുടെ ജന്മരാശികളിലും നക്ഷത്രങ്ങളിലും വരുത്തുന്ന സ്വാധീനവുമാണ് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ഉന്നതികൾക്കും തകർച്ചയ്ക്കും കാരണമാവുന്നത്. ഭാരതീയ ജ്യോതിഷത്തിൽ ലോട്ടറി, നിധി, അപ്രതീക്ഷിത ധനലാഭം എന്നിവയെല്ലാം ഒരു വ്യക്തിയുടെ പൂർവ്വ പുണ്യമായും ധനഭാവം, ലാഭഭാവം, ഭാഗ്യഭാവം എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കടബാധ്യതകൾ തീർക്കാനും സ്വന്തമായി ഒരു വീട് വെക്കാനും മക്കളുടെ വിവാഹം നടത്താനുമൊക്കെയായി ഒരു വലിയ സാമ്പത്തിക സഹായം ആഗ്രഹിക്കാത്തവരായി നമ്മൾ ആരും തന്നെ കാണില്ല. അത്തരത്തിൽ മലയാളിയുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഒന്നാണ് 2026 വിഷുബമ്പർ ഭാഗ്യക്കുറി. പ്രിയപ്പെട്ടവരെ, വരാൻ പോകുന്ന വിഷുബമ്പർ നറുക്കെടുപ്പ് ദിവസത്തെ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നും ഏതെല്ലാം നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് ജീവിതം പാടെ മാറി മറിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യം കാത്തിരിക്കുന്നതെന്നും ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ആ നറുക്കെടുപ്പ് നടക്കുന്ന കൃത്യമായ സമയത്തെ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമാണ്. 2026 വിഷുബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടക്കുന്നത് 2026 മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് ആണ്. നറുക്കെടുപ്പ് നടക്കുന്ന ആ ശുഭമുഹൂർത്തത്തിൽ ആകാശത്ത് കന്നി ലഗ്നവും ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന ചിങ്ങക്കൂറിലെ മകം നക്ഷത്രവുമാണ് വരുന്നത്. മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ നിഴൽഗ്രഹമായ കേതുവിനോട് ചേർന്ന് യോഗം ചെയ്തു നിൽക്കുന്നു. രാഹു കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. കർമ്മഫലദായകനായ ശനി ഭഗവാൻ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ഇനി ഊർജ്ജസ്വലനായ ചൊവ്വയാകട്ടെ മേടം രാശിയിൽ സ്വന്തം നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഗുളികൻ, ആദിത്യൻ, ബുദ്ധികാരകനായ ബുധൻ കൂടാതെ ഗുളികൻ എന്നിവർ ഇടവൻ രാശിയിൽ ഒരുമിച്ച് നിൽക്കുന്നു. വ്യാഴം, ശുക്രൻ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശുഭഗ്രഹങ്ങളായ വ്യാഴം, അഖണ്ഡ ഐശ്വര്യത്തിൻ്റെ കാരകനായ ശുക്രനും മിഥുനൻ രാശിയിൽ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നു. ഈ സവിശേഷ ഗ്രഹസ്ഥിതി നിലനിർത്തിയാണ് നാം ഈ 10 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ച്, അപ്രതീക്ഷിതമായ ധനയോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം പ്രാർത്ഥനാപൂർവ്വം അവയെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാലം കടന്നു വരുമ്പോൾ നാം വളരെയധികം പോസിറ്റീവായി ആ ഒരു കാലഘട്ടത്തോട് സമീപിക്കണം. അല്ലാതെ സ്വന്തം ജീവിതത്തിലേക്ക് നല്ല കാലം വരുന്ന വാർത്ത കേൾക്കുമ്പോൾ അത്തരം ശുഭകരമായ സന്ദേശം അറിയുമ്പോൾ അതിനെ നെഗറ്റീവായി കാണാതിരിക്കുക. പല ആളുകളും അത്തരത്തിൽ നെഗറ്റീവായി സമീപിക്കാറുണ്ട്. അത് അവർക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനമാണ്. കാരണം ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ചുറ്റും ധാരാളം നെഗറ്റീവ് ഊർജ്ജം രൂപപ്പെടും. അതായത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ നിന്ന് കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക് പോലുള്ള നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജ്ജം വന്നു കഴിഞ്ഞാൽ നാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു നെഗറ്റീവായ പ്രവൃത്തി ഉണ്ടാവും. കൂടാതെ മടി, അലസത പോലുള്ള കാര്യങ്ങളും അനുഭവപ്പെടാം. ഇതെല്ലാം ആ ഊർജ്ജത്തിൻ്റെ പ്രവർത്തനമാണ്. ഈ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനുള്ള യാതൊരുവിധ കാര്യങ്ങളും ആരും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല ആളുകൾക്കും നിത്യജീവിതത്തിൽ ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ സാന്നിധ്യം സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അതിൽ നിന്നുള്ള വളരെ മോശകരമായ അനുഭവം ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും അതിനുവേണ്ട പ്രതിവിധികൾ ചെയ്യാൻ ആർക്കും സമയമില്ല. ഈ അധ്യായം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജ്ജത്താൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മടി, അലസത, അകാരണമായ ക്ഷീണം, വിട്ടുമാറാത്ത അസുഖങ്ങൾ, ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനം ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവന്ന് പോസിറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. ക്ഷേത്രത്തിൽ പോകാനും പ്രാർത്ഥിക്കുവാനും വഴിപാടുകൾ ചെയ്യാനും സാധിക്കാത്ത ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകളിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം ദോഷങ്ങളെല്ലാം നീങ്ങി ശുഭകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് അത് ഇരട്ടി ഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനവും നിഷ്കളങ്കമായ പ്രവൃത്തിയും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. അതോടൊപ്പം എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. ഇത് കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഭാഗ്യത്തേരിലേറാൻ പോകുന്ന പുലർച്ചെ പ്രശ്നത്തിൽ കണ്ട ആ നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം അവസാനിക്കും. പ്രക്ഷുബ്ധമായ കടൽ ശാന്തമാകുന്നത് പോലെ ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ അലച്ചിലുകളും കഷ്ടപ്പാടുകളും ഇനി ശാന്തമാകും. ശനി 6-ാം ഭാവത്തിൽ എത്തുന്നതോടെ നിങ്ങളുടെ ശത്രുനാശം, അതുപോലെ തന്നെ ദീർഘകാലമായുള്ള രോഗമുക്തിയും സംഭവിക്കും. പുതിയ വീടോ അല്ലെങ്കിൽ പുതിയൊരു വാഹനമോ വാങ്ങുവാനുള്ള നിങ്ങളുടെ വലിയ സ്വപ്നം ഈ വർഷം യാഥാർത്ഥ്യമാകും. മെയ് 23-ാം തീയതി നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരും. അതുകൊണ്ടും തന്നെ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഈ ഒരു ഇടവമാസം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊപ്പം ഭഗവാന്റെ അനുഗ്രഹമുണ്ട്.
ഇനി അടുത്തതായി പുലർച്ചെ നമുക്ക് പ്രശ്നത്തിൽ കാണാൻ സാധിച്ച നക്ഷത്രമാണ് അനിഴം. 2026 മെയ് മാസം മുതൽ അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, അതായത് മെയ് 23 മുതൽ ജീവിതം പാടെ മാറിമറിയും. വ്യാഴം 9ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ അപ്രതീക്ഷിതമായ ചില ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ ചില പ്രധാന കൂടിക്കാഴ്ചകൾ വഴിയോ വലിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഇടപാടുകളിൽ ഏർപ്പെടുന്നവർക്ക് വൻ ലാഭം പ്രതീക്ഷിക്കാം. ലോട്ടറി സൗഭാഗ്യം പോലുള്ള അപ്രതീക്ഷിത ധനയോഗം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തുകൊണ്ടും ഉയർച്ചയുടെ സമയമാണ്. നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ, നിങ്ങളെ തോൽപ്പിച്ചവരുടെ മുന്നിൽ നിങ്ങൾക്ക് വലിയ വിജയത്തോടെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്ന സമയമാണ്. മെയ് 23-ാം തീയതി വലിയൊരു ധനം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് പോലും അപ്രതീക്ഷിതമായി ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് അത്രയേറെ സൗഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ശക്തി തന്നെയാണ് ഇതിന് കാരണം. നിങ്ങളുടെ പ്രാർത്ഥനയും വഴിപാടും ഒന്നും തന്നെ പാഴായിട്ടില്ല. എല്ലാം ഭഗവാൻ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാർക്കും ഇത്തരത്തിലൊരു സൗഭാഗ്യം വന്നു ചേരാൻ കാരണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ വലിയ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലും അനിവാര്യം തന്നെയാണ്. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്ന് പുലർച്ചെ പ്രശ്നത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്ന് ജീവിതം മാറിമറിയാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യത്തിന്മേൽ ഭാഗ്യം വന്നു ചേരുന്ന സുവർണ സമയമാണ്. അതായത് ശനി 3ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ ദീർഘകാലമായുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവസാനിക്കും. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ധനഭാവത്തിൽ കൃത്യമായി പതിയുന്നതിനാൽ നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കരുതിയ വീടോ അല്ലെങ്കിൽ പണയത്തിലിരിക്കുന്ന ആഭരണങ്ങളോ ഒക്കെ പണം നൽകി തിരിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാൻ കൃഷ്ണനെ ഭജിക്കുന്നത് നിങ്ങളുടെ ഐശ്വര്യം ഇരട്ടിയായി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കഷ്ടതകൾ മാറിമറിയും. നിങ്ങൾ മെയ് 23-ാം തീയതി വലിയൊരു സംഖ്യ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. നിങ്ങൾ ഈ ഒരു ഇടവമാസം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. പുലർച്ചെ പ്രശ്നചിന്തയിൽ കാണാൻ സാധിച്ച മറ്റൊരു നക്ഷത്രം രോഹിണിയാണ്. ഇത്രയും നാൾ വലിയ ക്ഷമയോടെ കാത്തിരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഇനി വരുന്നത് സുവർണ കാലം തന്നെയാണ്. ശനി 11ാം ഭാവത്തിലേക്ക് മാറുന്നത് വലിയ ലോട്ടറി ഭാഗ്യവും തൊഴിൽ ഉയർന്ന സ്ഥാനക്കയറ്റവും നിങ്ങൾക്ക് നൽകും. പ്രത്യേകിച്ച് IT, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ വലിയ ധനലാഭം ലഭിക്കും. നിങ്ങളുടെ പരാജയവും തകർച്ചയും ആഗ്രഹിച്ചവർക്ക് മുന്നിൽ വലിയ വിജയത്തോടെ കുതിച്ചുയരാൻ കഴിയുന്ന കാലഘട്ടമാണ്. ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വൻ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. മെയ് 23-ാം തീയതി നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനലാഭവും ലോട്ടറി ഭാഗ്യവും കാണുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വലിയൊരു ആഡംബര ജീവിതം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇനി 5ാമതായി വരുന്നത് മകം നക്ഷത്രമാണ്. ജീവിതത്തിൽ പുതിയൊരു ഉദയമാണ് മകം നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ബിസിനസ്സിൽ വലിയൊരു ഉണർവുണ്ടാവും. മാതൃസ്വത്തോ പിതൃസ്വത്തോ അപ്രതീക്ഷിതമായി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറി വഴി തെളിഞ്ഞു വരും. ഭഗവതി വചനം നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. സാധ്യമാകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. മെയ് 23-ാം തീയതി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അപ്രതീക്ഷിത ധനയോഗം തന്നെയാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അനുകൂല സാഹചര്യത്തെ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വഴിപാടിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തിയാൽ തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ അവസരങ്ങളും സൗഭാഗ്യവും വന്നു ചേരുന്നത്. ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങൾ വന്ന് ആഡംബരതുല്യമായ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. അടുത്തതായി വരുന്നത് മൂലം നക്ഷത്രമാണ്. ദൈവം ആരെയും വെറുതെ വിടില്ല എന്നതിൻ്റെ വലിയൊരു തെളിവായിരിക്കും മൂലം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ജീവിതം. സർക്കാർ ആനുകൂല്യങ്ങളും ഉന്നത വ്യക്തികളുമായുള്ള ബന്ധവും വലിയ ബഹുമതികളും നിങ്ങളെ തേടിയെത്തും. മുൻപെവിടെയോ നഷ്ടപ്പെട്ടു പോയ പണം തിരികെ ലഭിക്കുവാനും അവസരമുണ്ടാകും. ഈ മെയ് മാസം അപ്രതീക്ഷിതമായ ധനയോഗം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു തുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ഒരു സ്വപ്നതുല്യമായ ജീവിതം തന്നെ നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയും ഒത്തുചേരുമ്പോൾ ആ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വലിയ ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധ്യമാകുന്ന സമയങ്ങളിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ച് ആ ചൈതന്യം നിലനിർത്തുക. ഇനി മകേരം നക്ഷത്രമാണ് അടുത്തതായി സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന നക്ഷത്രം. നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേട്ടിരിക്കുന്നു. കഷ്ടപ്പാടുകൾ കരുതി വരും. വർഷാവസാനത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് സ്വന്തമായി വീട്, വാഹനം, വിവാഹം ഇവയെല്ലാം അനുകൂലമായി വന്നു ചേരും. വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് വലിയ ധനലാഭം നൽകും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം ഈ മെയ് മാസം നിങ്ങൾക്ക് ലഭിക്കും.
നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഭഗവാന്റെ വലിയ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭഗവാനെ ഒരിക്കലും മറക്കുവാൻ പാടില്ല. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടൊപ്പം നിങ്ങൾ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി 8ാമതായി വരുന്നത് വിശാഖ നക്ഷത്രക്കാരാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ച ഐശ്വര്യക്ഷയം മാറി ഇപ്പോൾ ഇതാ രാജയോഗം ആരംഭിക്കുന്നു. ലോട്ടറി സൗഭാഗ്യവും ബിസിനസ് ലാഭവും വലിയ രീതിയിൽ വന്നു ചേരും. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നിങ്ങൾ സാധ്യമാകുന്ന സമയങ്ങളിൽ കൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്രയേറെ ധനവും സൗഭാഗ്യവുമാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു. നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്ന സമയം തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇനി 9ഉം 10ഉം വരുന്നത് ഉത്രാടം പുരുട്ടാതി നക്ഷത്രക്കാരാണ്. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത ഈ നക്ഷത്രക്കാർക്ക് അത് ഈ ഒരു സമീപകാലത്ത് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. മെച്ചപ്പെട്ട പുതിയ ജോലികൾ ലഭിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അതായത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുന്ന സുവർണ്ണ സമയം തന്നെയാണ് കടന്നു വരാൻ പോകുന്നത്. മടിയും അലസതയും നിങ്ങൾ പൂർണ്ണമായി മാറ്റി നിർത്തിയാൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മെയ് മാസം അപ്രതീക്ഷിതമായി ധനനേട്ടം, അതായത് മെയ് 23-ാം തീയതി തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി വലിയ തുക വന്നു ചേരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. കൂടാതെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തുക. കുടുംബദേവതയെ മറന്നുപോകാൻ പാടുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളിതൊരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തിൽ തള്ളിക്കളയാതിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, നിത്യേന എല്ലാവരുടെ ജീവിതത്തിലും പല ആളുകളും പല രീതിയിൽ ഉയർച്ചകൾ കൈവരിക്കുന്നു. അതായത് ലോട്ടറി സൗഭാഗ്യത്തിലൂടെ, അല്ലെങ്കിൽ ഭൂമി ഇടപാടുകളിൽ നിന്ന്, ബിസിനസ്സിൽ നിന്ന്, തൊഴിൽ രംഗത്ത് നിന്ന്, അത്തരത്തിൽ പല മേഖലകളിൽ നിന്ന് വലിയ ധനം കൈകളിലേക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം വരികയും ജീവിതം മാറി മറിയുകയും ചെയ്ത ധാരാളം ആളുകളെ നമുക്കറിയാം. അത്തരത്തിലൊരു സൗഭാഗ്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. ഇത് നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തി തന്നെയാണ്. ഇത് നിങ്ങളുടെ കർമ്മഫലം തന്നെയാണ്. ഇത് അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരുമ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നാം അറിയുമ്പോൾ അതിനെ നെഗറ്റീവായി സമീപിക്കാതിരിക്കുക. അത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. നാം ഇന്ന് കാണുന്ന പല സംഭവങ്ങൾക്കും പിന്നിലും നെഗറ്റീവ് ഊർജ്ജമാണ്. നാം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീടായിരിക്കും പശ്ചാത്താപം നമുക്കുണ്ടാകുന്നത്. അത് ആ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനത്തിലാൽ സംഭവിക്കുന്നതാണെന്ന് നാം തിരിച്ചറിയുക. നെഗറ്റീവ് ഊർജ്ജത്തെ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി പോസിറ്റീവായ ഊർജ്ജം നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുക. നാം ഇവിടെ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാരും പ്രത്യേകം ഒന്നുകൂടി ശ്രദ്ധിക്കുക. നിങ്ങളേവരും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കാരണം പല ആളുകൾക്കും കുലദേവതയുടെ ചൈതന്യം കുറഞ്ഞതായി ഇവിടെ പ്രശ്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് അതീവ നിർബന്ധകരമായ കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ജ്യോതിഷമെന്നത് പ്രപഞ്ചത്തിൻ്റെ താളലയങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനുമുള്ള ഒരു വലിയ വഴികാട്ടി തന്നെയാണ്. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടെ നിത്യജീവിതത്തിൽ ചെയ്യാവുന്നതാണ്. അതായത് എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഭക്തിയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക. അതോടൊപ്പം വെള്ളിയാഴ്ചകളിൽ ദേവീവചനം നടത്തുക. ലളിത സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ധനസമൃദ്ധി ഉണ്ടാകുന്നതിന് അത്യുത്തമമാണ്. നിങ്ങൾ ഈ വർഷത്തെ വിഷുക്കണി കൃത്യമായി കണ്ടവരാണെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയും വഴിപാടുകളും പ്രപഞ്ചനാഥനോട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഭഗവാൻ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. വിഷുക്കാലം കഴിഞ്ഞ് ഈ മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയിൽ എത്തിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് ദോഷങ്ങളെല്ലാം അകന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കടന്നു വരട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.